ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് കുടുക്കത്ത് പാറ എക്കോ ടൂറിസം കേന്ദ്രത്തിലാണ്. നമ്മൾ ആ വീഡിയോയ്ക്ക് തന്നെ പോകാം. ഇവിടെയാണ് ഈ ടിക്കറ്റ് കൗണ്ടർ, ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. മുതിർന്നവർക്ക് 30 രൂപയും 2 വീലറിന് 15 രൂപയും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ആദ്യമായിട്ട് ആയതുകൊണ്ട് ഇത് ഏതുവരെ പോകുമെന്നറിയില്ല, വണ്ടി ഏതുവരെ പോകുമെന്നറിയില്ല. 2 വീലർ കുറച്ച് ദൂരം വരെ പോകുമെന്ന് പറയാം. നമുക്ക് യാത്രയിൽ തന്നെ തുടരാം. ഇവിടെ കുറേ മരങ്ങളൊക്കെ മുറിച്ചിട്ടുണ്ട്. എന്ത് മരമാണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ അൽക്കേഷ്യ എന്നാണ് പറയുന്നത്. എന്താണ് മുറിച്ചിട്ടതെന്നും അറിയില്ല. വനമാണോ കൂപ്പാണോ മറ്റു കാര്യങ്ങളൊന്നും അറിയില്ല. മൂവിയിൽ എന്തായാലും കുറേ ദൂരം വരെ പോകുമെന്ന് പറയും. നമ്മളിപ്പോൾ നിൽക്കുന്നത് കുടുക്കത്ത് പാറയുടെ മെയിൻ എൻട്രൻസിലാണ്. ഇതുവരെ വാഹനങ്ങൾ പോകാൻ പറ്റൂ. വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യണം. ഇവിടെ നിന്നാണ് യാത്ര പോവേണ്ടത്. കുറേ സ്റ്റെപ്പുകളുണ്ട്. ഇവരൊക്കെ തിരുവനന്തപുരം ജില്ലയിലെ തേവലക്കാട് SNP സ്കൂളിലെ പ്രിയ അധ്യാപകരാണ്. ഇവർക്കൊരു ഹായ് കൊടുത്തുകൊണ്ട് വീഡിയോയിലേക്ക് പോവാം. കുറേ സ്റ്റെപ്പുകൾ കയറി വേണം ഇവിടെ പോവാൻ. ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. വരുന്നവർ തീർച്ചയായും ഒരു കുപ്പി വെള്ളം കരുതണം. അതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും ഇവിടെ നിന്ന് വലിച്ചെറിയരുത്. തീ കത്തുന്ന ഒരു സാധനവും ഇവിടെ കൊണ്ടുവരരുത്. ഇത് വനമാണ്. വനത്തെ നമ്മൾ തന്നെയാണ് സംരക്ഷിക്കേണ്ടത്. അതുകൊണ്ട് ഈ തീപ്പെട്ടി, മറ്റ് ലൈറ്റർ അങ്ങനെയുള്ള ഒരു ഉപകരണം ദയവ് ചെയ്ത് ഇവിടെ കൊണ്ടുവരരുത്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ അത് വലിയൊരു വിപത്തായിട്ട് മാറും. അതുകൊണ്ട് തീ കത്താനുള്ള ഒരു ഉപകരണവും ഒരു സാധനവും ഇവിടെ കൊണ്ടുവരാതിരിക്കുക. അത് തന്നെയാണ് ഏറ്റവും നല്ലത്. അങ്ങോട്ടൊരു വഴിയുണ്ട്. ഇന്ത്യകാലത്ത് പോയി നോക്കിയിട്ട് വരാം. ഒന്നും വിടാതെ കാണണമല്ലോ. ഈ പാറയെ വന്നാൽ പാറയെ സൈഡിൽ കൂടെ മറ്റൊരു വഴി. ഇവിടെ ഒരു എന്താണ് അതിന് പറയാൻ, ഒരു ട്രീ ഹൗസ് പോലെ ഒരു എന്തോ ട്രീ ഹൗസ് ഒന്നും പറയാൻ പറ്റില്ല. മരത്തിൻ്റെ മണ്ടയിലല്ലല്ലോ. ഇവിടുത്തെ വ്യൂ എങ്ങനെയാണെന്ന് ആദ്യം നോക്കട്ടെ. അടിപൊളി. ഓ അടിപൊളിയല്ലേ, വനം തന്നെ. ആ സൂപ്പർ വ്യൂ തന്നെയാണ്. താഴെ വനം തന്നെയാണ്. ഇവിടെ ചെറിയൊരു വ്യൂ കാണാനൊക്കെ അടിപൊളി തന്നെ. നല്ല കാറ്റുണ്ട്. കുറേ മരങ്ങളൊക്കെ ഉണങ്ങി ഇല ഒഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഒരു ഗുമ്മില്ല. ഇവിടെ നിന്ന് ആ പാറയുടെ മുകൾ ഭാഗം കാണാം. പിന്നെ ഇവിടെ ഒരു ഹൗസ്. എന്താണ് ഇവിടുത്തെ മാസ്റ്റർമാർക്ക് ഇരിക്കാനോ മറ്റുമൊക്കെ ആയിരിക്കും. ഇവിടെ ഒരു ബെഞ്ച് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒന്നും ആരുമില്ല. ഇവിടെ നിന്നാൽ പാറയിലെ മറ്റൊരു വ്യൂ ആണ്. ഞാൻ ആദ്യം അങ്ങോട്ട് ഞാൻ അങ്ങ് പോയിട്ട് വരാം. ഈ പാറയുടെ വശങ്ങളിലോട്ട് പോയിട്ട് വരട്ടെ. താങ്ക് യു. ഇവിടെയൊക്കെ ഒന്ന് ഇറങ്ങി ചെല്ലണമെന്നുണ്ട്. അനുവദിക്കില്ല. നോക്കട്ടെ. ശരിക്കും ഇവിടെ നിന്നാ ഏത് സ്ഥലമാണെന്ന് അറിയത്തില്ല. ഏതൊക്കെയോ മലനിരകൾ കാണാം.
താഴോട്ട് നല്ല കുഴി ആയതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകാൻ തോന്നണില്ല. വെറുതെ അങ്ങോട്ട് ഇറങ്ങി ചെന്ന് ഒരു അപകടം ഉണ്ടാക്കി വെക്കുന്നില്ല, അപകടം ക്ഷണിച്ച് വെക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോയി നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ അവിടെയും കൂടെ. പിന്നെ ഇവിടുത്തെ ഒരു അട്രാക്ഷനാണ് ഈ ഒരു ഏണി. ഇതിൽ കൂടെ പോയി ഇതിൻ്റെ ഈ ഒരു വിടവ് കൂടെ അപ്പുറത്ത് പോവാം. പേഴ്സും മൊബൈലും ഒക്കെ ബാഗിനകത്താക്കി ഇനി നമ്മൾ ഈ വിടവിൽ കൂടെ കയറുകയാണ്. എന്തായാലും അഡ്വഞ്ചറായിട്ടുള്ള എന്തും വിട്ടുകളയൂല. അത് എൻ്റെ ഒരു വീക്ക്നെസ് തന്നെയാണ്. എൻ്റെ വീക്ക്നെസ് എന്ന് പറയുമ്പോൾ എൻ്റെ മോന് ഒട്ടും പുറകോട്ടില്ല. അപ്പോൾ ഇതിനൊക്കെ വേണ്ടി പ്രത്യേകിച്ച് ചെരുപ്പുകളും ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. നമുക്കതിൻ്റേതായ നമ്മളെ ക്യാമറ കയറത്തുണ്ട്, പക്ഷേ അതൊരു ടാസ്ക്കാണ്. നമ്മളെ ക്യാമറ വെക്കാനുള്ള ഒരു ഞാൻ എന്തായാലും ഒരു ഇവിടെ കൂടെ കയറി. ഇടയ്ക്ക് വെച്ച് നമ്മളെ ക്യാമറയുടെ ബാറ്ററി തീർന്നു, അതുകൊണ്ട് ഇതിൻ്റെ വീഡിയോയിൽ കുറച്ച് ഭാഗം മുറിഞ്ഞു പോയി. ഈ ഒരു പാറയെ കൂടെ കയറി, ഈ പാറയുടെ വിടവിൽ കൂടെ കയറി, ഇതാണ് ഇവിടുത്തെ ടാസ്ക്. നേരത്തെ പറഞ്ഞല്ലോ, പതുക്കെ പതുക്കെ നമ്മൾ കയറണം. എന്തായാലും നിരങ്ങി ഞാൻ കയറുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ കയറി എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മളെ ക്യാമറ അങ്ങ് പറ വിടവിൽ വീഴും. വീണാൽ കിട്ടുമെന്ന് പാടാണ്, കിട്ടുമെന്ന് വിചാരിക്കാൻ വേണ്ട. ഞാൻ വീണാലും കുഴപ്പമില്ല, ക്യാമറ വീഴല്ലേ. എന്തായാലും ഞാൻ കയറി. ഇവിടെ കയറി എന്തായാലും ഇതൊരു പാറയിൽ കുത്തി വെച്ചിട്ടേ കയറത്തുള്ളൂ, കുത്തിയേ കയറത്തുള്ളൂ. ഞാൻ എങ്ങനെ കയറുന്നേ കൂടെ പറഞ്ഞുതരാം. ഇത്രയും പാടാണ് കേട്ടോ ഇവിടെ കയറാൻ. എന്തായാലും കയറി. ഇവിടുത്തെ ഞാൻ വന്ന സമയത്ത് ഒരു അബദ്ധം പറ്റാൻ പോയി. ഒരു ഗ്ലാസ് ഇതാണ് ആരോ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അത് എന്തിനായിരിക്കുമെന്ന് പറയാതെ തന്നെ അറിയാമല്ലേ. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പാറ അപ്പുറത്ത് ചാടാം, പക്ഷേ തിരികെ ചാടാൻ പറ്റത്തില്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അത് ഇവിടെ വന്നിട്ടുള്ളവർക്ക്, മുമ്പ് വന്നിട്ടുള്ളവർ എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞ കാര്യമാണ്, ഒരു പാറയുടെ ഇടയിൽ കൂടെ പോയി കഴിഞ്ഞാൽ മുകളിൽ കയറിയ ഒരു അടുത്തൊരു പാറ കാണാം. ആ പാറയുടെ മറൊറ്റ നല്ല വ്യൂ ആണ്. പക്ഷേ നമ്മൾ അവിടെ അങ്ങോട്ട് ചാടാം. ഇവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ, ഒരു 2 മീറ്റർ വ്യത്യാസം. നമുക്ക് ഇവിടെ നിന്ന് താഴേക്ക് ചാടാം, പക്ഷേ താഴെന്ന് മുകളിലേക്ക് ചാടത്തില്ല. അതാണ് ഇവിടുത്തെ ഒരു കുഴപ്പം. അതുകൊണ്ട് നമ്മൾ ചാടുന്നില്ല. പക്ഷേ ഈ മരം കുറച്ചുകൂടെ വളർന്നായിരുന്നെങ്കിൽ എന്തായാലും ഈ മരത്തെ പിടിച്ച് ഞാൻ കയറിയേനെ. ഇവിടെ നിന്ന ഈ മെയിൻ പാറ വരെ ഒരു നല്ലൊരു വ്യൂ അതിന് കിട്ടും. അപ്പോൾ ഈ പാറ ഒരിക്കലും കയറത്തില്ല. അതിന് വല്ല അഡ്വഞ്ചറായിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഇതിന് മുകളിൽ ചെയ്ത് വെച്ചാൽ ഈ പാറ മുകളിൽ കയറാം. എന്തായാലും കേരളത്തിൽ അത് നടപ്പുള്ള കാര്യമില്ല. ഇന്ത്യയിൽ തന്നെ ചിലപ്പം അപൂർവമായിട്ടൊക്കെ ഉള്ളു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ടൂറിസ്റ്റ് ഹബ്ബ് തന്നെ ആയിരിക്കും. അടിപൊളി തന്നെ, ഇവിടുന്ന് കാണാൻ അടിപൊളി തന്നെയാണ്. ഇവിടെ തിരികെ ഇറങ്ങാം. അമ്പടാ, അയ്യോ, ഞാൻ ഇപ്പം അങ്ങ് വീഴുമായിരുന്നു. ഇവിടെ കയറി വരാനൊക്കെ പറ്റും. ഇതിനിടയ്ക്ക് ഈ ഒരു മരം മാത്രമാണ്. ഈ മരം കുറച്ചുകൂടെ വളർന്നാൽ എന്തായാലും ഈ മരത്തിൽ കൂടെ ആ പാറ കയറാം. പക്ഷേ മരത്തിൻ്റെ ചില്ലകൾ മുകളിൽ കനം കുറവായതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ട്. ഇല്ലെങ്കിൽ ആ പാറ കയറി പോകാൻ ഈസി ആയിട്ട് കയറി പോകുമായിരുന്നു. അതുപോലെ ഇതിൻ്റെ ഇടയ്ക്കുന്ന മറ്റൊരു ചെടി, ആ ചെടി, അത് എന്ത് ചെടിയാണെന്ന് ഞാൻ താഴോട്ട് ഇറങ്ങിയിട്ട് പറഞ്ഞുതരാം. ഇത് മലർക്കായ് ആണെന്ന് തോന്നുന്നു. അത് വെളുത്ത ഒരു പഴം ഉണ്ടാവും. അത് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അത് അപൂർവമായിട്ടൊക്കെ കാണത്തുള്ളൂ. ഇതുപോലെ പാറയുടെ വിടവിലൊക്കെ അത് കാണാൻ കഴിയും.
ഇനിയിപ്പോൾ ഡേഞ്ചർ ടാസ്ക് ആയിട്ടുള്ള കാര്യമെന്ന് പറയാൻ ഇതിലൊക്കെ ഇറങ്ങുക തന്നെയാണ്. അഡ്വഞ്ചറായിട്ടുള്ള കാര്യത്തിൽ എൻ്റെ മോനെ ഇടപെടുത്തിയിട്ടില്ല, കുട്ടിയായതുകൊണ്ട്. അപ്പോൾ അവിടെ തന്നെ നിന്ന് ഞാൻ എന്തായാലും ഈ വിടവിൽ കൂടെ ഇറങ്ങുകയാണ്. ഇതാണ് ഇതിൻ്റെ അഡ്വഞ്ചറായിട്ടുള്ള ഇനി ഇറങ്ങിപ്പോക്ക്. അങ്ങനെ ബ്ലൂ വാലിയുടെ പുതിയ വീഡിയോയുമായി ഇനിയും കണ്ടുമുട്ടാം. അതുവരെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും ടാറ്റ.